ഒരു ദുരന്തവും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല ഗൈസ്. അങ്ങനാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും പിന്നെ ജീവിതമേ ഉണ്ടാവാൻ പാടില്ലല്ലോ. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകളുണ്ടാകും. ഓഹ്, ഇന്നൊരു മോട്ടിവേഷൻ ആണല്ലേ. സോ നമ്മുടെ പരിപാടി നമുക്ക് തുടങ്ങിയേക്കാം. സോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഓഫ് അടിപൊളി ലോകം. തെന്നില ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗനവാടി കലോത്സവം. അവിടുത്തെ ഒപ്പനയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വെയിറ്റ്, ഉയ്യാപ്പിളയുണ്ട്, പക്ഷേ മണവാട്ടി എവിടെ? ആണ്ടടാ, ദാണ്ടടക്കുന്ന മണവാട്ടി. ഇതൊക്കെ ഉണ്ടല്ലോ അവരുടെ സ്കൂൾ ലൈഫിൽ ഏറ്റവും മറക്കാനാവാത്ത കുറച്ച് മെമ്മറീസ് ആയിരിക്കും. അതെന്തായാലും ഉറപ്പാണ്. ഞാൻ പക്ഷെ പുയ്യാപ്പിള ഫാനാണ് കേട്ടോ. ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ ഓൻ എന്ത് സ്മാർട്ടായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്ത് പഠിക്കണം. എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരെ ആയ സ്ഥിതിക്ക് നമുക്കൊരു LP സ്കൂളിലെ വാർഷികാഘോഷം കൂടെ കണ്ടിട്ട് പോകാം. എടാ ഡാൻസ് കളിക്കടാ. എടാ ഇവന്താടാ ഡാൻസ് കളിക്കാത്തേ? ഡാൻസ് കളിക്കടാ. ഷെടാ, ഇവനെന്താ ഡാൻസ് കളിക്കാത്തേ? പയ്യൻ പിണങ്ങി നിൽക്കുവാണല്ലേ. ചെക്കന്റെ നിൽപ്പ് കണ്ടാലറിയാം അവൻ വിചാരിച്ച കുട്ടിയല്ല ജോഡിയായിട്ട് കിട്ടിയത്. മിഥുനത്തിലെ ഇന്നസെന്റ് തന്നെ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ അടുത്തായിട്ട് നമ്മൾ ഒരു മിമിക്രിയാണ് കാണാൻ പോകുന്നത്. ഈ മിമിക്രിക്കാൻ ഒരു പ്രത്യേകത ഉണ്ട്. ആൾക്ക് ഒരു വയസ്സേ ഉള്ളൂ. കണ്ട, ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്നസെന്റ്. ഇനി കുറച്ച് ആനക്കുട്ടന്മാരുടെ ബെല്ലി ഡാൻസ് ആയാലോ. ഇത് മാത്രമല്ല, വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. എങ്ങനുണ്ട്? പൊളിയല്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ 4 ചുവരിലൊതുക്കി കാര്യങ്ങൾ അങ്ങ് പരിഹരിക്കണം. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. എന്തൊരു അടിയാണിത്. ഇതൊക്കെ വീട്ടിൽ വെച്ച് തന്നെ പരിഹരിച്ചെങ്കിൽ ഇങ്ങനെ നടുറോടി കിടന്ന് അലമ്പ് കാണിക്കണോ? ഇവിടുന്ന് എന്റെ കണ്ണ് നേരെ പോയത് രാവിലെ ജോഗിങ്ങിന് പോകുന്ന കുറച്ച് താറാച്ചിച്ചിമാരുടെ അടുത്താണ്. എന്റെ മോനെ, ആ വാതിക്കൽ നിന്നുള്ള വിളി കണ്ടാ നിങ്ങള്? ഇങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു പോകാൻ കുറെ ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒരു രസമല്ലേ ആശേ? ഇനി കുറച്ച് പട്ടിസാറുമാരുടെ പ്രപ്പോസൽ സീൻ കാണാം. നല്ല ക്യൂട്ടായിരിക്കും. ഹായ് മാലിനി, ഐ ആം കൃഷ്ണൻ. ഞാനിത് சொல்லியாகணும். நீ அவ்வளோ அழகு. இங்கே இவன் இந்த அழகு ஒரு இவ்வளோ அழகு பார்த்துருக்க மாட்டேங்க. And I'm in love with you. Sorry, I am not interested. കണ്ടേച്ചാലും മതി. നോ റിജക്ഷൻ സാരമില്ല. ഒരു മരപ്പച്ച നമുക്ക് ഓരോരുത്തർക്കുമായി എവിടെയോ കാത്തിരിപ്പുണ്ട്. സമയ സന്ദർഭം ഒത്തുവരുമ്പോൾ അത് തീർച്ചയായും നമ്മളിലേക്ക് തന്നെ എത്തും. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോ ശുഭദിനം.